എല്ലാവർക്കും നമസ്കാരം. ഇത് ഒരു AI ക്രിയേറ്റഡ് വീഡിയോ ആണ്. ഇതിൻ്റെ വോയിസ് മാത്രമാണ് ഞങ്ങൾ നൽകുന്നത്. ഞങ്ങളുടെ കണ്ടൻറ്റുകൾ പലതും ഞങ്ങൾ വളരെയധികം സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുന്നത്. ഈ വീഡിയോയുടെ യഥാർത്ഥ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇനി വീണ്ടും CPM അധികാരത്തിൽ വരുമോ, CPM രക്ഷപ്പെടുമോ എന്നുള്ളതാണ്. 10 വർഷത്തിലധികം ഒരാൾ ഭരിച്ചു കഴിഞ്ഞാൽ അയാളെക്കുറിച്ച് നിരവധി ആക്ഷേപങ്ങളും അതുപോലെ തന്നെ വിമർശനങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷേ ഈ വിമർശനങ്ങളെക്കാൾ ഉപരി അദ്ദേഹം ചെയ്തിരിക്കുന്ന നേട്ടങ്ങളും മറ്റ് കാര്യങ്ങളും ഒക്കെ സമൂഹ മധ്യത്തിൽ എങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നു എന്നതാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ തന്നെ ആലോചിക്കേണ്ട ചില കാര്യങ്ങൾ. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഈ ഗവൺമെൻറ്റിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞു, അത് എങ്ങനെയൊക്കെയായിരുന്നു, അതുകൊണ്ട് ജനങ്ങൾക്കുണ്ടായ പ്രയോജനം എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കി തന്നെയാണ് ജനങ്ങൾ ഈ ഗവൺമെൻറ്റിനെ ഇനി വേണ്ട എന്ന് തീരുമാനമെടുത്തത്. അതിനുശേഷം മത്സരിച്ച ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം മന്ത്രിമാരും തോൽക്കുകയുണ്ടായി. അതുപോലെ തന്നെ വളരെ വലിയ പരാജയം തന്നെയാണ് ഈ മുന്നണിക്കുണ്ടായത്. VD സതീശൻ്റെ നേതൃത്വത്തിൽ പുതിയൊരു ഗവൺമെൻറ് വന്നു. ആ ഗവൺമെൻറ്റിന് ഭരിക്കാനൊരു അവസരം നൽകുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധിയായിട്ടുള്ളവരും അതുപോലെ തന്നെ രാഷ്ട്രീയ കക്ഷിയും തീരുമാനിക്കേണ്ടത്. പക്ഷേ ഇതിനെതിരെ എന്തു പറഞ്ഞാലും തെറ്റുകളും കുറ്റങ്ങളും കണ്ടുപിടിച്ചുകൊണ്ട് സമൂഹ മധ്യത്തിൽ പറയുന്നു, അതുപോലെ തന്നെ പത്രസമ്മേളനത്തിൽ പറയുന്നു. ഇതൊക്കെ ജനങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് കഴിഞ്ഞ ഗവൺമെൻറ്റിനോടുള്ള വിരോധം വർദ്ധിപ്പിക്കാനുള്ള കാരണങ്ങളാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടികളോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്ന ജനങ്ങൾ, സാധാരണപ്പെട്ട ജനങ്ങൾ, നിരവധി ആളുകൾ രാഷ്ട്രീയം അവരുടെ ഒരു പാഷനായിട്ട് തന്നെ കൊണ്ടു നടക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, അവരുടെ നേതാക്കന്മാർ എത്രത്തോളം ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നില്ല എന്ന് ബോധ്യപ്പെടുമ്പോൾ ഉടൻ തന്നെ അവരെ വിമർശിക്കാനും അതിനുവേണ്ട തീരുമാനമെടുക്കാനുള്ള പാർട്ടി സംവിധാനങ്ങളിൽ അവർ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം എന്നുള്ളതാണ്. ഇത് പുതിയ തലമുറയുടെ ഒരു കാലഘട്ടമാണ്. ഇത് AI യുഗമാണ്. പുതിയ തലമുറയ്ക്ക് വേണ്ടത് വളരെ പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ എടുക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ്. എന്തെങ്കിലും ഒരു പദ്ധതി നടപ്പാകും എന്ന രീതിയിൽ ആരും ഇതിനെ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ സംവിധാനത്തെയും സപ്പോർട്ട് ചെയ്യുകയില്ല. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ തന്നെ നമുക്ക് മനസ്സിലാവും, പല നേതാക്കന്മാരും LDFൻ്റെ പരാജയപ്പെട്ടു. വളരെ പ്രതീക്ഷയുള്ള നേതാക്കന്മാരായിരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പല മേഖലയിൽ പ്രാവീണ്യം നേടിയിട്ടുള്ളവരും പല രീതിയിൽ ജനങ്ങൾക്ക് മുമ്പിൽ പല കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്തും ഒക്കെയാണ്. പക്ഷേ ജനങ്ങൾക്ക് അവരോടുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് പറഞ്ഞാൽ, അവർ ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങളൊന്നും അവർക്ക് നടപ്പാക്കാൻ കിട്ടിയില്ല. കഴിഞ്ഞ മന്ത്രിസഭയിൽ പ്രവർത്തിച്ചിരുന്ന മന്ത്രിമാരാരും കഴിവില്ലാത്തവരാണ് എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. പക്ഷെ അവർക്ക് ആർക്കും തന്നെ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുമായി കാര്യങ്ങൾ സംബന്ധിച്ച് ഇത്ര കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് ഈ സംവിധാനം എത്തി എന്നുള്ളതാണ് ജനങ്ങൾക്കും എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണത്. ഇവിടെയാണ് ഞങ്ങൾ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതി തന്നെ മാറി എന്നുള്ളതാണ്. ഒരു ഏകാധിപതി ഈ രാജ്യം ഭരിക്കുന്നു അല്ലെങ്കിൽ ഒരു സംസ്ഥാനം ഭരിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ മറ്റുള്ളവർക്ക് ശബ്ദമുയർത്താൻ കഴിയില്ല. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കോ അല്ലെങ്കിൽ അവരുടെ ഒരു നിർദ്ദേശങ്ങൾക്കോ യാതൊരു വിധമായിട്ടുള്ള പരിഗണന ലഭിക്കുന്നില്ല എന്നതാണ് കഴിഞ്ഞ 5 വർഷത്തെ അല്ലെങ്കിൽ 10 വർഷത്തെ ഭരണ രീതി കൊണ്ട് എല്ലാവർക്കും മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ഈ ഗവൺമെൻറ്റിന് ഇത്രയും വലിയൊരു പരാജയം നേരിട്ടത്. അതുകൊണ്ട് തന്നെയാണ് ഈ കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾക്കും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവർക്കും അല്ല അടിമകൾ എന്ന പേര് വരാനുള്ള കാരണം ഇത് തന്നെയാണ്. സോഷ്യലിസം എന്ന പേരിനെ പോലും നശിപ്പിക്കുന്ന രീതിയിൽ സ്വന്തമായിട്ടുള്ള ആളുകളെ, സ്വന്തം പിണിയാടുകളെ, സ്വന്തം അനുഭാവികളെ മാത്രം കുത്തി നിറച്ചുകൊണ്ട് അവർക്ക് വേണ്ട ഉപജീവനമാർഗം നൽകിക്കൊണ്ട് അനുഭാവികളെ സൃഷ്ടിക്കാൻ വേണ്ടി നടത്തിയ നിയമപരമല്ലാത്ത രീതികൾ ജനങ്ങളിൽ അസഹിഷ്ണുത ഉളവാക്കി. അതുപോലെ തന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയോട്, യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷയോട് കാത്തിരുന്ന PSCയെ പോലും അട്ടിമറിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് കഴിഞ്ഞ ഗവൺമെൻറ് നടത്തിയത്. ഇത് സംബന്ധിച്ചതൊരു വ്യക്തമായ അന്വേഷണം വരുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് കഴിഞ്ഞ കാലത്തെ ഗവൺമെൻറ് ചില കാര്യങ്ങൾ ചെയ്തത്. നേതൃത്വം മാറണം എന്ന് പറയുന്നവർ ഭയാശങ്കയോടാണ് ഇത് പറയുന്നത്. പലരും ഇത് പറയാൻ മടിക്കുന്നില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട ഒരു പാർട്ടി സംവിധാനം നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ അതിനു വേണ്ട ചെലവുകളും മറ്റു കാര്യങ്ങളും ഉണ്ട്. പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ ഒരു വലിയ ഫണ്ട് എറൈസറായിരുന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കോടിക്കണക്കിന് രൂപ പാർട്ടിയുമായി ബന്ധപ്പെട്ടുള്ള പണമുണ്ട്.
ഇനിയും പിണറായി വിജയനെ ഈ സംഘടനാ തലത്തിൽ നിന്നും അല്ലെങ്കിൽ ഈ സംവിധാനത്തിൽ നിന്നും മാറ്റിക്കഴിഞ്ഞാൽ എങ്ങനെ പാർട്ടി പ്രവർത്തനങ്ങൾ മുന്നോട്ട് നടക്കും? ഇതെല്ലാം പാർട്ടി പ്രവർത്തകർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഒരു തീരുമാനം എടുക്കാൻ ഇവരെല്ലാം മടിക്കുന്നതും ഇവരെല്ലാം മുന്നോട്ട് വരാതിരിക്കുന്നതിനും കാരണം. ഇനി പാർട്ടി പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫണ്ട് വേണം അല്ലെങ്കിൽ പണം വേണമെന്ന് പറഞ്ഞ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയാത്തൊരവസ്ഥയിലേക്കുമാണ് CPM എന്ന് പറയുന്ന. CPMന് രണ്ടാം നിര നേതാക്കന്മാരാരും തന്നെ ശക്തരല്ല. അവരിലാരും തന്നെ അവരെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പാർട്ടി സംവിധാനവും ഇതുവരെ ശ്രമിച്ചിട്ടില്ല എന്നതാണ് രസകരമായിട്ടുള്ള കാര്യം. പോളിറ്റ് ബ്യൂറോ മെമ്പർമാർക്ക് പോലും വോയിസ് ഇല്ലാത്തൊരു അവസ്ഥയാണിത്. നല്ലവണ്ണം പഠിച്ച് PSC പരീക്ഷ എഴുതി ഒരു സർക്കാർ ജോലി കിട്ടും എന്ന ഒരു പ്രതീക്ഷയിലായിരുന്നു ജനം. അതുപോലെ തന്നെയാണ് SFIയിലൂടെ വളർന്നു വന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവായി അല്ലെങ്കിൽ പോളിറ്റ് ബ്യൂറോ വരെ എത്തും എന്ന ജനത്തിൻ്റെ സങ്കല്പം, സാധാരണപ്പെട്ടവരുടെ ഒരു സങ്കല്പം ഇതായിരുന്നു. ഈ സങ്കല്പത്തെ ഇവർ തന്നെയാണ് അട്ടിമറിച്ചിരിക്കുന്നത്.